മിഡിൽ ഈസ്റ്റിൽ പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അമേരിക്കൻ അധിനിവേശം ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നീങ്ങുകയാണോ? പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട പുതിയ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് അതാണ്. ഇറാന്റെ മണ്ണിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാതെ അമേരിക്ക മിഡിൽ ഈസ്റ്റ് വിടാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരിക്കും. പോർച്ചുഗൽ, ഒട്ടോമൻ സാമ്രാജ്യം, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവർക്ക് ശേഷം 1971 മുതൽ ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ശക്തമായ തിരിച്ചടികളാണ് നേരിടുന്നത്. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ വൻകിട സൈനിക താവളങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ടാണ് അമേരിക്ക അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തങ്ങളുടെ വ്യോമസേനയും സിവിൽ എഞ്ചിനീയറിംഗ് സ്ക്വാഡ്രോണുകളെയും വിന്യസിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ എണ്ണക്കണ്ണികളെയും വ്യാപാര പാതകളെയും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനാണ് അമേരിക്ക എന്നും ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം സൈനിക സാന്നിധ്യങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന വിമർശനം ശക്തമാണ്. ഇറാനെ ഒറ്റപ്പെടുത്താൻ അമേരിക്ക മെനഞ്ഞ പദ്ധതികളെല്ലാം ഇപ്പോൾ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കയുടെ ഇറാൻ വിരുദ്ധ നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാലങ്ങളായി ഇറാനുമായി നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒമാൻ കടുത്ത അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും വേറിട്ട നിലപാടാണ് സ്വീകരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലേക്കുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ വഴിയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഇറാനുമായി ചേർന്ന് ഒരു പ്രത്യേക ടോൾ സമ്പ്രദായം ഏർപ്പെടുത്താൻ ഒമാൻ തയ്യാറാകുന്നത് ഇതിന്റെ വ്യക്തമായ തെളിവാണ്. അമേരിക്ക പറയുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഒമാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ നൽകുന്നത്. ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ടും അറബ് രാജ്യങ്ങൾ പരസ്പരം ഭിന്നിപ്പിച്ചും ഭരണം നടത്തുക എന്ന അമേരിക്കൻ ശൈലി ഇനി മിഡിൽ ഈസ്റ്റിൽ വിലപ്പോകില്ല എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതും അറബ് രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതും അമേരിക്കയുടെ അസ്തമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ വരും നാളുകളിൽ വെറും അപ്രസക്തമായി മാറാൻ സാധ്യതയേറെയാണ്.